ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം. നമ്മളെല്ലാവരും ചായപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഈ ടിന്നിലേക്ക് ഇതുപോലെ 2-3 ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചായക്ക്. അപ്പം ഇതുപോലെ പൊടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചായ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏലക്കയുടെ ടേസ്റ്റുള്ള നല്ല ചായ നമുക്ക് കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ മിക്കവർക്കും അറിയാവുന്നതായിരിക്കും, അറിയാൻ പാടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മളെല്ലാവരും ഇതുപോലെ ബോട്ടിലൊക്കെ ഓയിൽ ഒഴിച്ച് വെക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ മിക്കപ്പോഴും എടുക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്തൂടെയൊക്കെ ഓയിൽ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ കയ്യിലൊക്കെ പറ്റും. അതുപോലെ തന്നെ ഈ ഗ്ലാസ് ബോട്ടിലൊക്കെ ആണെങ്കിൽ തെന്നി താഴെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഓയിൽ വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ എണ്ണയാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ പഴയ സോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ ഒരു സോക്സ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് കവറായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും എണ്ണയാവത്തില്ല, ഓയിൽ ബോട്ടിൽ പെട്ടെന്ന് അഴുക്കാകത്തുമില്ല. അതുപോലെ വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തൊന്നും അധികം എണ്ണയൊന്നും ആവാതെ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും പറ്റും. അപ്പം നമ്മളൊരു 2-3 ദിവസം കൂടുമ്പം ഇത് ഒന്ന് എടുത്തിട്ട് വാഷ് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മളിതുപോലെ തീപ്പെട്ടിയൊക്കെ മഴക്കാലത്തായാലും ചിലപ്പോൾ തണുപ്പുള്ള സമയത്തൊക്കെ ഇതിൻ്റെ കൊള്ളിയൊക്കെ തണുത്ത് പോയിട്ട് ചിലപ്പോൾ കത്താണ്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് അരി നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് അരിയായാലും കുഴപ്പമില്ല, ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നടച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ കൊള്ളിയൊന്നും തണുത്ത് പോകാതെ എപ്പോഴും നമുക്ക് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മളിതുപോലെ അച്ചാർ ബോട്ടിലൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ സ്റ്റിക്കർ നമുക്ക് ഒന്ന് റിമൂവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വെള്ളത്തിലൊക്കെ മുക്കി വെക്കും. ഭയങ്കര പാടായിരിക്കും അത് പറിച്ചെടുക്കാനായിട്ട്, സോപ്പൊക്കെ ഇട്ട് കഴുകണമല്ലേ. ഇനിയിപ്പോൾ അതൊന്നും ചെയ്യേണ്ട കേട്ടോ. നമ്മളിതുപോലെ ഫ്രീസറിൽ, നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു കുറച്ച് സമയം 1-2 മണിക്കൂർ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റിക്കർ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഞാനെടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുകയോ മുക്കി വെക്കുകയോ സോപ്പിട്ട് കഴുകുകയോ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിതുപോലെ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്കിത് തുടച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. നമ്മുടെ ബോട്ടിൽ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട്, സ്റ്റിക്കറൊക്കെ പോയിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഈ അച്ചാർ ബോട്ടിൽ തന്നെ നമ്മൾ കുറച്ച് ദിവസം അടച്ചു വെച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഇടാനായിട്ട് എടുക്കുമ്പോൾ ഇതിനകത്ത് ഈ അച്ചാറിൻ്റെ ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടി നമുക്ക് ഇതിനുള്ളിലേക്ക് കുറച്ച് നമ്മുടെ ഏലക്ക ഉണ്ടല്ലോ, അതൊരു 2-3 ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇടാനായിട്ട് നമ്മൾ തുറക്കുന്ന സമയത്ത് ആ ഒരു ഏലക്കയുടെ സ്മെല്ലായിരിക്കും അതിനുണ്ടാവുക. അച്ചാറിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.